ചില നിറങ്ങളോട് കീടങ്ങൾക്ക് പ്രത്യേക ആകർഷണമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് മഞ്ഞ നിറം. വിളകളെ ആക്രമിക്കുന്ന നീരൂറ്റി കുടിക്കുന്ന ജീവികളായ മുഞ്ഞ, വെള്ളീച്ച പോലെയുള്ള കീടങ്ങൾ മഞ്ഞ നിറത്തിൽ ആകർഷിച്ചെത്തുന്നു. ഇത് പ്രയോജനപ്പെടുത്തി അവയെ പിടിക്കുകയും അവയുടെ എണ്ണം നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയാണ് മഞ്ഞ പശക്കെണി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മഞ്ഞ പശക്കെണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഞ്ഞ പശക്കെണി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: മഞ്ഞ നിറത്തിലുള്ള ചാർട്ട് പേപ്പർ, ഒരു കാർഡ്ബോർഡ്, അതുപോലെ ആവണക്കെണ്ണയോ ഗ്രീസോ ഉപയോഗിക്കാം. ഇത് തേക്കാനായിട്ട് ഒരു ബ്രഷ് വേണം. ചാർട്ട് പേപ്പർ കാർഡിൽ ഒട്ടിക്കാനായിട്ട് പശ ആവശ്യമാണ്. തയ്യാറാക്കിയതിന് ശേഷം ഇത് തൂക്കിയിടാനായിട്ട് നമുക്ക് ഒരു കയറും ആവശ്യമുണ്ട്. ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളമുള്ള 2 ചാർട്ട് പേപ്പറുകളാണ്. ഇത് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് ആവശ്യമാണ്. ഇതെടുത്തിരിക്കുന്ന അതേ സൈസിൽ തന്നെ വേണം കാർഡ്ബോർഡ് പീസ് എടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു കനം എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ മുതൽ 2 മില്ലിമീറ്റർ വരെയാണ്. ഒരുപാട് കനം കൂടി പോകാനും പാടില്ല. ഈ മഞ്ഞ നിറത്തിലുള്ള പേപ്പർ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കാറ്റത്ത് ചുരുണ്ടു പോകാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഈ ചാർട്ട് പേപ്പർ ഒട്ടിക്കുന്നത്. ഒരു പശ ഉപയോഗിച്ച് ഈ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് അതിൻ്റെ 2 വശത്തും നമുക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള ചാർട്ട് പേപ്പർ ഒട്ടിക്കാം. ഒരു വശത്ത് മഞ്ഞ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മറുവശത്തും ഇതേപോലെ നമ്മൾ പശ തേച്ച് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർഡ്ബോർഡിൻ്റെ ഒരു ഭാഗങ്ങളും പുറത്ത് കാണാനായിട്ട് പാടില്ല. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കീടങ്ങൾ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഞ്ഞ ഭാഗമായിരിക്കണം എപ്പോഴും എടുത്തു നിൽക്കേണ്ടത്. ഈ മഞ്ഞ പശക്കെണി നമുക്ക് വിളകളിൽ തൂക്കിയിടാനായിട്ട് ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് കൃത്യം നടുക്കായിട്ട് വേണം. അതുപോലെ മുകളിൽ നിന്ന് ഒരു 1.5-2 സെൻറ്റിമീറ്റർ താഴ്ത്തി വേണം ഹോൾ ഇടാനായിട്ട്. ഒരുപാട് അരികത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കൃത്യം നടുക്കല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കെണി തൂക്കിയിടുമ്പോൾ ഇത് ചരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ മഞ്ഞ ഷീറ്റിലേക്ക് നമുക്ക് ആവണക്കെണ്ണയോ ഗ്രീസോ പുരട്ടാവുന്നതാണ്. ആവണക്കെണ്ണ പുരട്ടുന്നതാണ് കൂടുതൽ പ്രായോഗികം. കാരണം ഇത് കൂടുതൽ നേരം ഒട്ടിപ്പിടിക്കുന്നതിനുള്ള ഗുണം നിലനിർത്തുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വശത്തുമായിട്ട് ആവണക്കെണ്ണ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമ്മൾ ആവണക്കെണ്ണ തേച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വിളകളിൽ തൂക്കാവുന്നതാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയ മഞ്ഞപ്പശക്കെണിയാണ്. ഇത് നമുക്ക് കൃഷിയിടങ്ങളിൽ ഏത് വിളകൾക്കാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇലകൾക്ക് മുകളിലായിട്ട് വേണം സ്ഥാപിക്കാൻ. പശക്കെണികൾ ചെടികളുടെ ഉയരത്തിൽ നിന്ന് ഒരു 15 മുതൽ 30 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്. ചെടി വളരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഉയരം മാറ്റി കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഷീറ്റിൽ കീടങ്ങൾ വന്ന് ഒട്ടിപ്പിടിച്ചതിന് ശേഷം അത് തുടച്ചു മാറ്റി പിന്നെയും എണ്ണ പുരട്ടി വയ്ക്കേണ്ടതാണ്. ഇന്ന് നമ്മളിവിടെ ഉപയോഗിച്ചത് മഞ്ഞ നിറത്തിലുള്ള ചാർട്ട് പേപ്പറാണ്. ഇതിന് പകരമായി മഞ്ഞ നിറത്തിലുള്ള പോളിത്തീൻ ഷീറ്റുകളോ അല്ലെങ്കിൽ ടിൻ ഷീറ്റ്, കാർഡ്ബോർഡ് ഷീറ്റ് ഇവയിൽ മഞ്ഞ പെയിൻ്റ് അടിച്ചെടുക്കുന്നത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞ നിറത്തിൽ ആകർഷിക്കുന്ന പോലെ തന്നെ വിളകളെ ആക്രമിക്കുന്ന ഇലപ്പേനുകൾ കൂടുതലായിട്ടും നീല നിറത്തിനെയാണ് ആകർഷിക്കുന്നത്. ഇതിനായിട്ട് ഇതേപോലെ തന്നെ നീല നിറത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതേ അളവിൽ തന്നെ നമുക്ക് നീല പശക്കെണിയും ഉണ്ടാക്കിയെടുക്കാം. മഞ്ഞ പശക്കെണി പറയുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇതും സ്ഥാപിക്കേണ്ടത്.